Myself Lakshmi R. Nair, working as Associate Professor at SNIT Adoor. In this session, we will discuss parallel serial out shift registers. Shift registers in the class. Already we serial in serial out shift registers, serial in parallel out shift registers discuss. In classification, the type of shift registers. Parallel in serial out shift registers ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന്റെ വർക്കിംഗ് മനസ്സിലാക്കുക, അതിന്റെ ട്രൂത്ത് ടേബിൾ മനസ്സിലാക്കുക, ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുക. ഇത്രയുമാണ് ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണി ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഇതിൽ യൂണി ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിലെ സബ് ക്ലാസിഫിക്കേഷൻ 4 types: serial in serial out shift register, serial in parallel out shift register, parallel in serial out shift register and parallel in parallel out shift register. ഇതിൽ parallel in serial out shift registers ആണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Parallel in serial out shift registerന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡേറ്റ ബിറ്റ്സിനെ നമ്മൾ പാരലലി ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത്. അതായത് ഡേറ്റ ബിറ്റ്സിനെ എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളായി നമ്മളിപ്പം 2 ബിറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 2 ബിറ്റിനെയും നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ സേവ് ചെയ്യാൻ സാധിക്കും. 4 ബിറ്റിൻ്റെ ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണും. ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഡേറ്റയെ സേവ് ചെയ്യാൻ സാധിക്കും. ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പാരലൽ മെത്തേഡിലായിരിക്കും. ഡേറ്റയെ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്, അതായത് ഡേറ്റയെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത് സീരിയൽ മെത്തേഡിലും ആയിരിക്കും. സീരിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ് ബൈ ബിറ്റ് ബേസിസിലാണ് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. ഒരു ബിറ്റിനെയും നമുക്ക് അറ്റ് എ ടൈം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ബിറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ആയി ഔട്ട്പുട്ടിലേക്ക് എടുക്കേണ്ടതാണ്. ഇവിടെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. ലാസ്റ്റിൽ കണക്ട് ചെയ്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് പിന്നിൽ കൂടെ ഓരോ ബിറ്റ് ഡേറ്റയെ വീതം നമ്മൾ റിട്രീവ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ പ്രത്യേകത. ഡേറ്റയെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് പാരലലായിട്ടും ഡേറ്റയെ ഔട്ട് ചെയ്തെടുക്കുന്നത് സീരിയലായിട്ടും ആയിരിക്കും. അപ്പോൾ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. In case of parallel in serial out shift register, input is applied parallelly and output is taken serially. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഡേറ്റ ബിറ്റ്സ് എല്ലാം ഇൻപുട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഔട്ട്പുട്ട് പക്ഷേ നമുക്ക് സീരിയലി ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ലോജിക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ലോജിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 4 ബിറ്റ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ആണ്. ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഡേറ്റയെ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും സിങ്ക്രണസ്ലി ആണ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൽ പാരലലായിട്ട് ഇൻപുട്ടും കൊടുക്കുന്നു, സീരിയലായിട്ട് ഔട്ട്പുട്ടും എടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഫങ്ഷണൽ കീ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ലേബിൾ ചെയ്തിരിക്കുന്നത് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്നാണ്. നമുക്ക് ആ ലോജിക്കൽ ഡയഗ്രത്തിൻ്റെ ടോപ്പിൽ കാണാവുന്നതാണ് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ആക്റ്റീവ് ഹൈ ആണെങ്കിൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ഹൈ ആണെങ്കിൽ ഷിഫ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ലോ ആണെങ്കിൽ ലോഡ് ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യും. ലോഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ അതാത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ 2 ഫങ്ഷൻസ് ആണുള്ളത്. ഇൻപുട്ടിൽ കൊടുക്കുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാം, ആ ഡേറ്റയെ
ഷിഫ്റ്റ് ചെയ്യാം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറഞ്ഞ ഒരു ഫങ്ഷണൽ കീ ആണ്. ആ ഫങ്ഷണൽ കീ ലോ ആയിരിക്കുമ്പം ഡേറ്റ ലോഡാകും, ഹൈ ആയിരിക്കുമ്പം ഡേറ്റ ഷിഫ്റ്റ് ആകും. അപ്പം ഈ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ലോജിക് ഡയഗ്രത്തിൽ തന്നെ കാണാവുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെയും ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും എല്ലാം തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലോജിക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 9 ലോജിക് ഗേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോജിക് ഗേറ്റ്സിൽ നമ്മൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റ്സിനെ ഇവിടെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ലേബൽ ചെയ്തിട്ടുണ്ട്. G1, G2, G3, G4, G5, G6 അങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറഞ്ഞ സിഗ്നലാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് പിൻസിൽ ABCD എന്നുള്ള 4 ബിറ്റുകൾ അപ്ലൈ ചെയ്യുമ്പം ഈ ബിറ്റുകളെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സ്റ്റോർ ചെയ്യണോ അതോ ഫോർവേഡ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറഞ്ഞ സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നലിൻ്റെ ഡിസിഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രൂ ദ ലോജിക് സർക്യൂട്ടാണ്. അതിനു വേണ്ടിയാണ് അവിടെ ലോജിക് സർക്യൂട്ട് കൊടുത്തേക്കുന്നത്. ഈ ലോജിക് സർക്യൂട്ടിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലോജിക് ഗേറ്റ്സ് വെച്ചുള്ള ഈ സർക്യൂട്ടിലൂടെ സിഗ്നൽ പാസ് ചെയ്താണ് ഇൻപുട്ടിൽ വരുന്ന ഡേറ്റയെ ലോഡ് ചെയ്യണോ അതോ അതിനെ ഷിഫ്റ്റ് ചെയ്യണോ എന്ന് ഈ ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ ലോ ആയിരിക്കുമ്പം ഡേറ്റ അറ്റ് ദ ടെർമിനൽസ് ABC and D will be loaded into the shift register. അപ്പോൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ലോ ആയിരിക്കുമ്പോൾ ആ സിഗ്നലിൻ്റെ വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് എയിലും ബിയിലും സിയിലും ഡിയിലും വരുന്ന ബിറ്റുകൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ആകും. ഇനി സപ്പോസ് നമ്മൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ഹൈ ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് 1 ആയിട്ടാണ് കൊടുക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ആകും. ഷിഫ്റ്റ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് 2 ലൈൻസ് കാണാവുന്നതാണ്. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ലോ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ഹൈ ലൈനാണ്. ഈ ആക്റ്റീവ് ലോ ലൈനിൽ നിന്നും 3 ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, G2, G4, G6. ഈ 3 ഗേറ്റുകളുടെയും സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ ബിറ്റ്സുകളാണ് BCD. അതുപോലെ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൻ്റെ ആക്റ്റീവ് ഹൈ ലൈനിൽ നിന്നും 3 ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, G1, G3, G5. ഈ 3 ഗേറ്റുകളുടെയും സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടിനെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി സപ്പോസ് നമുക്കൊരു 4 ബിറ്റ് ഡേറ്റ ഇതിലേക്ക് ലോഡ് ചെയ്യണം എങ്കിൽ നമ്മൾ ആ 4 ബിറ്റ് ഡേറ്റയെ ABCD പിൻസിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നൽ ലോ ആക്കുക. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നൽ ലോ ആക്കുമ്പം ആക്റ്റീവ് ലോ ലൈൻ ആക്റ്റീവ് ആവും. ആസ് എ റിസൾട്ട് G2, G4, G6 എന്നീ ഗേറ്റുകൾ എനേബിൾ ആവും. G2, G4, G6 എന്നീ ഗേറ്റുകൾ എനേബിൾ ആവുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഡേറ്റ A എന്ന് പറയുന്ന ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിലേക്ക് ലോഡാവും. B എന്ന് പറഞ്ഞ ഡേറ്റ G2വിൽ കൂടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക് ലോഡാകും. C എന്ന് പറഞ്ഞ ഡേറ്റ G4ൽ കൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിൽ ലോഡാവും. D എന്ന് പറഞ്ഞ ഡേറ്റ G6ൽ കൂടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലേക്ക് ലോഡാകും. അതായത് ABCD എന്നീ 4 ഡേറ്റ ബിറ്റുകളും 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലായിട്ട് ലോഡായി. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റയെ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 4 ബിറ്റിനെയും പാരലലായിട്ട് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ലോഡ് ചെയ്തത്. ഡേറ്റയെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡേറ്റയെ ഔട്ട്പുട്ടിലേക്ക് എടുക്കണം. ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി സീരിയലായിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ഓൾറെഡി 4 ബിറ്റുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ലാസ്റ്റ് ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൻ്റെ ഔട്ട്പുട്ടായ ക്യൂ ഡിയിൽ നിന്നും ആ ബിറ്റിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് ബിറ്റ് ഇപ്പം ഔട്ട്പുട്ടിൽ കിട്ടി. ഇനി റിമൈനിങ് ആയിട്ടുള്ള 3 ബിറ്റുകളെയും കൂടെ ഈ ഔട്ട്പുട്ട് പിന്നിലേക്ക് കൊണ്ടെത്തിക്കണം. അത് സീരിയലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വേണം കൊണ്ടെത്തിക്കാൻ. അതിനു വേണ്ടിയാണ് നമ്മൾ ഷിഫ്റ്റ് സിഗ്നൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ നമ്മൾ ഹൈ ആക്കുക. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ ഹൈ ആക്കുമ്പം ഏതൊക്കെ ഗേറ്റ്സ് ആക്റ്റീവ് ആവുന്ന G1, G3, G5 എന്നീ ഗേറ്റുകൾ ആക്റ്റീവ് ആവും. G1ലേക്ക് നമുക്ക് നോക്കിയാൽ G1 ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. G3യിലേക്ക് നോക്കിയാൽ അതിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. അതുപോലെ G5ൻ്റെ ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ഹൈ ആക്കി. ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ഹൈ ആയപ്പോൾ ആക്റ്റീവ് ഹൈ ലൈൻ, അതായത് രണ്ടാമത്തെ ലൈനായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ ലൈനിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകൾ ഏതാണെന്ന് നോക്കിയാൽ G1ഉം G3യും G5ഉമാണ് ആ ലൈനുകളിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഗേറ്റുകൾക്ക് 2 ഇൻപുട്ടുണ്ട്. ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും വരുന്നത്, ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ നിന്ന് വരുന്നത്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ G1 ആക്റ്റീവ് ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആകും. അതുപോലെ G3 ആക്റ്റീവായിട്ടിരിക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആവും. അതുപോലെ G3 ആക്റ്റീവായിരിക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിലേക്ക് ഷിഫ്റ്റ് ആകും. അതായത് മൂന്നാമത്തെ ബിറ്റ്, ലാസ്റ്റ് ബിറ്റ് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എടുത്തു. പ്രീവിയസ് ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലെത്തി. അതിന് തൊട്ട് മുമ്പിലത്തെ ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിലെത്തി. അതിന് തൊട്ട് മുമ്പിലത്തെ ബിറ്റ് ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലും എത്തി. അപ്പോൾ അങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിൽ ഇപ്പം ഡേറ്റ ഒന്നും ഇല്ല, അങ്ങനത്തെ സ്റ്റേറ്റിലിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു ബിറ്റ് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ഔട്ട് ചെയ്തു. രണ്ടാമത്തെ ബിറ്റിനെ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ നമ്മൾ സിഗ്നൽ കൊടുക്കുക. അപ്പോൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലേക്ക് ഷിഫ്റ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിംഗ് നടക്കുന്നതാണ്. അടുത്ത ഷിഫ്റ്റിംഗ് നടക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലുള്ള ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിലേക്ക് വരും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിലുള്ള ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലേക്ക് വരും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൽ ഡേറ്റ വന്നു എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ ക്യൂ ഡിയിൽ വരും. ക്യൂ ഡിയിൽ നിന്ന് നമുക്കത് ഔട്ട്പുട്ടിലേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ബിറ്റിനെയും ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വീണ്ടും ഒരു ഷിഫ്റ്റും കൂടെ കൊടുക്കുക. അത് ലാസ്റ്റ് ബിറ്റിനെ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വീണ്ടും ഒരു ഷിഫ്റ്റും കൂടെ കൊടുക്കുക. അപ്പം ക്യൂ സിയിൽ ഓൾറെഡി നമ്മളുടെ MSB ബിറ്റുണ്ട്. ആ ബിറ്റ് ക്യൂ ഡിയിലേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലേക്ക് മൂവ് ആവുന്നതാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൽ വന്നത് ക്യൂ ഡിയിൽ കൂടെ നമുക്ക് ആ ബിറ്റിനെയും ഔട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സീരിയലായിട്ട് ഡേറ്റയെ ഫുള്ളായിട്ട് നമുക്ക് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് പാരലലിയാണ്, ഔട്ട്പുട്ട് എടുക്കുന്നത് സീരിയലിയാണ്. ഓരോ ബിറ്റിനെയായിട്ട് നമ്മൾ ഔട്ട്പുട്ടിലൂടെ ഷിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിനെയാണ് നമ്മൾ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റിയാണ്. ഈ വർക്കിംഗ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. എക്സാമ്പിളായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1011 എന്ന് പറഞ്ഞ ഡേറ്റയാണ്. ഈ ഡേറ്റയെ നമുക്ക് എങ്ങനെ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യാം, എങ്ങനെ ഈ ഡേറ്റയെ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ കൂടെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഫ്ലിപ്പ് ഫ്ലോപ്പ് എ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി, ഫ്ലിപ്പ് ഫ്ലോപ്പ് സി, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി, ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ക്ലിയർ സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. സോ QA will be 0, QB will be 0, QC will be 0 ആൻഡ് QD will be 0. ഇനി നമ്മൾ ഇൻപുട്ടിനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് 1011 എന്നുള്ള ഡേറ്റയാണ്. ഈ ഇൻപുട്ടിനെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് സേവ് ചെയ്യാൻ തുടങ്ങുകയാണ്, അതായത് ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്.
ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സിഗ്നലാണ് ഉപയോഗിക്കേണ്ടത്? ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്നുള്ള സിഗ്നലാണ് ഉപയോഗിക്കേണ്ടത്. ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ ഏത് ഫംഗ്ഷൻ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോഡ് എന്നുള്ള ഫംഗ്ഷണൽ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോഡ് ആക്റ്റീവ് ആവാൻ വേണ്ടി ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ 0 ആക്കുക, അതായത് ലോ ആക്കുക. ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ സിഗ്നലിനെ ലോ ആക്കുമ്പം നമ്മുടെ ആക്റ്റീവ് ലോ ലൈൻ, അതായത് ഫസ്റ്റ് ലൈൻ ആക്റ്റീവ് ആവും. ഫസ്റ്റ് ലൈൻ ആക്റ്റീവ് ആകുമ്പം അതിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകളെല്ലാം ആക്റ്റീവ് ആവും. അതിൽ കണക്ട് ചെയ്തേക്കുന്ന ഗേറ്റ്സുകൾ ഏതൊക്കെയാണ്? G2, G4, G6. ഈ 3 ഗേറ്റുകളാണ് നമ്മുടെ ലോഡ് ബാർ ലൈനിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗേറ്റുകൾ, അതായത് G2, G4, G6, ആ ഗേറ്റുകളുടെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ ബിറ്റുകളാണ്. B, C, D ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. B, C, D എന്ന് പറഞ്ഞാൽ 3 ബിറ്റുകളാണ്. G2, G4, G6ൻ്റെ ഒരു ഇൻപുട്ട്. സെക്കൻഡ് ഇൻപുട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിൽ നിന്നാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആസ് എ റിസൾട്ട് ഇവിടെ നമ്മൾ ബിയിലും സിയിലും ഡിയിലും ഏത് ഡേറ്റ കൊടുത്താലും ആ ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ലോഡ് ആകുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ 1011 എന്നുള്ള ഡേറ്റയാണ്. അപ്പോൾ ഈ ഡേറ്റയെ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് പിൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ 1നെ എയിൽ കൊടുക്കുന്നു, 0നെ ബി കൊടുക്കുന്നു, 1നെ സിയിൽ കൊടുക്കുന്നു, അടുത്ത 1നെ നമ്മൾ ഡിയിൽ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ 1011 എന്നുള്ള ഡേറ്റയെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിനെ ലോ ആക്കുന്നു. ആസ് എ റിസൾട്ട് ഈ എ ബി സി ഡി ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ അങ്ങനെ തന്നെ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ, കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ ലോഡ് ആകുന്നു, അതായത് സേവ് ആകുന്നു. എ എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിൽ സേവ് ആവുന്നു, ബി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിൽ സേവ് ആവുന്നു, സി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിൽ സേവ് ആവുന്നു, ഡി എന്ന് പറഞ്ഞ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിൽ സേവ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ സ്റ്റാറ്റസ്, ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, നമ്മളിപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് ബിറ്റുകൾ കൊടുത്തത്. അപ്പോൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഇൻപുട്ടിൽ കൊടുത്തു, ബി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഇൻപുട്ടിൽ കൊടുത്തു, സി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിൽ കൊടുത്തു, ഡി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിൽ കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ക്യൂയുടെ വാല്യൂ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ടിൽ വരുന്നത് അതിൽ കൊടുത്തേക്കുന്ന ഇൻപുട്ട് 1, ക്യൂബിയുടെ വാല്യൂ 0 ആവും, ക്യൂസിയുടെ വാല്യൂ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന 1 ആവും, ക്യൂഡിയുടെ വാല്യൂ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന 1 ആവും. അപ്പം നമ്മൾ എയിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ക്യു എയിലെത്തും, ബിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു ബിയിലെത്തും, സിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു സിയിലെത്തും, ഡിയിൽ കൊടുത്തേക്കുന്ന വാല്യൂ ക്യു ഡിയിലെത്തും. അതായത് ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വാല്യൂ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വാല്യൂ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്തും. അപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ വി ക്യാൻ സീ ദാറ്റ് ക്യു എ ഈക്വൽ ടു 1, ക്യു ബി ഈക്വൽ ടു 0, ക്യു സി ഈക്വൽ ടു 1 ആൻഡ് ക്യു ഡി ഈക്വൽ ടു 1. നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് പൾസാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ ആ ഷിഫ്റ്റ് രജിസ്റ്ററിൽ സേവായി. 1011 എന്ന് പറഞ്ഞ ഡേറ്റ ആ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഓൾറെഡി ലോഡായി. ഇനി നമുക്ക് ആ ഡേറ്റയെ അവിടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. സപ്പോസ് നമുക്ക് ഈ ഡേറ്റയെ റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്യണമെങ്കിൽ വി ഓൾ നോ ദാറ്റ് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയുടെ ഔട്ട്പുട്ട് പിൻ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ഡി ആണ്. അപ്പോൾ ക്യൂ ഡിയിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. സീരിയലായിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് കൊണ്ട് ഓരോ ബിറ്റിനെയും നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിനെ നമുക്ക് എടുക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 1011 എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ക്യു എയിലും ക്യു ബിയിലും ക്യു സിയിലും ക്യു ഡിയിലും വന്നേക്കുന്നത്. അതനുസരിച്ച് ക്യു ഡിയിൽ വന്നേക്കുന്ന വാല്യൂ 1 ആണ്. ഈ 1നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രീവിയസ് ബിറ്റിനെ ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്ത ലോഡിങ് ഓഫ് ഡേറ്റയായിരുന്നു. അപ്പം നമ്മൾ ഡേറ്റയെ ഫുള്ളായി ലോഡ് ചെയ്തു.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഓരോ ഡേറ്റ ബിറ്റിനെയും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഡേറ്റയ്ക്ക് എന്ത് ചെയ്യണം? മോഡ് പിന്ന് അല്ലെങ്കിൽ ഫങ്ഷണൽ കീയെ ചേഞ്ച് ചെയ്യണം. അതിനെ നമ്മൾ ഇപ്പം ലോഡിലാണ് വെച്ചേക്കുന്നത്, അതിനെ നമ്മൾ ഷിഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഷിഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ പിന്നിലെ സിഗ്നൽ നമ്മൾ ഹൈ കൊടുക്കണം. ലോജിക് ഹൈ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പം ഷിഫ്റ്റ് ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. ഷിഫ്റ്റ് ഫംഗ്ഷൻ ആക്റ്റീവ് ആവുമ്പോൾ യു ഓൾറെഡി നോ ദാറ്റ് along with shift function ഏതൊക്കെ ഗേറ്റ്സ് ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്? G1, G3, G5 എന്നീ ഗേറ്റുകൾ ആക്റ്റീവ് ആവും. നമ്മുടെ ഷിഫ്റ്റ് ബാർ ലോഡ് ബാറിലെ ഷിഫ്റ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് G1, G3, G5 എന്നീ ഗേറ്റുകളാണ്. ആ 3 ഗേറ്റുകളും ഇവിടെ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഈ 3 ഗേറ്റുകളും ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് കാണാം ആ ഗേറ്റുകളിലെ G1 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. G2 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. G3 എന്ന് പറഞ്ഞ ഗേറ്റിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ക്ലോക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയൊക്കെ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ട്രൂത്ത് ടേബിളിൽ കാണാം. സെക്കൻഡ് ക്ലോക്ക് പൾസ് നോക്കാം. സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് QAയിലുണ്ടായിരുന്ന വാല്യൂ QBയിലേക്ക് പോകും. QBയിലുണ്ടായിരുന്ന വാല്യൂ QCയിലേക്ക് പോകും. QCയിലുണ്ടായിരുന്ന വാല്യൂ QDയിലേക്ക് പോകും. അപ്പോൾ QDയിലുണ്ടായിരുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ ഓൾറെഡി നമ്മൾ ഔട്ട്പുട്ടിൽ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാം QDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കേണ്ട ബിറ്റാണ്. ആ 1 ആണ് അവിടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 1ൽ നിന്നും ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബിറ്റിനെ ഔട്ട്പുട്ടിലേക്ക് എടുക്കണം. അതിനുവേണ്ടി എന്ത് വേണം? നമ്മൾ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ ഓൾറെഡി ഷിഫ്റ്റിലേക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി G1, G3, G5 ഇപ്പോൾ ആക്റ്റീവ് സ്റ്റേജിലാണ്. ഇനി നമ്മൾ അടുത്ത ക്ലോക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടെ പെർഫോം ചെയ്യുന്നതാണ്. ആ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്ത് പറ്റും? QAയിലുണ്ടായിരുന്നത് QBയിലേക്ക് പോകും. QBയിലുണ്ടായിരുന്നത് QCയിലേക്ക് പോകും. QCയിലുണ്ടായിരുന്നത് QDയിലേക്ക് പോകും. ആദ്യ റിസൾട്ട് QCയുടെ വാല്യൂ 1 ആവും, QDയുടെ വാല്യൂ 0 ആവും. അപ്പോൾ QDയിൽ ഇപ്പം വന്നിരിക്കുന്ന വാല്യൂ 0 ആണ്. ഈ 0 ആണ് ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെയും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ബിറ്റായിട്ട് സീരിയൽ ഡേറ്റ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ട് ഒരു ബിറ്റും കൂടെ ഉള്ളൂ ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടി നടക്കുന്നതാണ്. വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും കൂടെ നടക്കുമ്പോഴത്തേക്ക് QAയുടെ വാല്യൂ QBയിൽ പോകും, QBയുടെ വാല്യൂ QCയിൽ പോകും, QCയുടെ വാല്യൂ QDയിൽ പോകും. അപ്പോൾ ആസ് എ റിസൾട്ട് ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കേണ്ട 4th ബിറ്റ് ഇപ്പോൾ എവിടെ എത്തി? QDയിലെത്തി. അപ്പോൾ QDയിൽ നിന്നും ഈ ലാസ്റ്റ് ബിറ്റിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. ഈ 4 ക്ലോക്ക് പൾസ് കൊണ്ട് നമ്മൾ 4 ബിറ്റ് ഡേറ്റയായി സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ ഔട്ട്പുട്ടിലേക്ക് റിട്രീവ് ചെയ്ത് എടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആകെ നമുക്ക് വേണ്ടി വന്നത് 4 ക്ലോക്ക് പൾസ് ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമ്മൾ 4 ബിറ്റ് ഡേറ്റയായി ലോഡ് ചെയ്തു. സെക്കൻഡും തേർഡും ഫോർത്തും ക്ലോക്ക് പൾസസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലോഡ് ചെയ്ത 4 ബിറ്റ് ഡേറ്റയും ഔട്ട്പുട്ടിൽ എത്തിച്ചു. ഇനി നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്താലോ? വീണ്ടും ഒരു ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്താൽ എന്താവും? വീണ്ടും ഒന്നും കൂടെ ഷിഫ്റ്റ് ആവും. വീണ്ടും ഒന്നും കൂടെ ഷിഫ്റ്റ് ആവുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ വാല്യൂ എന്താവും? QDയിലുണ്ടായിരുന്ന 1ഉം ഷിഫ്റ്റ് ഔട്ട് ആയില്ലേ? ആസ് എ റിസൾട്ട് എന്താവും? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. QAയുടെ വാല്യൂ 0 ആവും, QBയുടെ വാല്യൂ 0 ആവും, QCയുടെ വാല്യൂ 0 ആവും, QDയുടെ വാല്യൂ 0 ആവും. അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബേസ് ചെയ്ത ഒരു അസൈൻമെൻറ്റ് കാര്യമാണ്. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു ടൈമിംഗ് ഡയഗ്രം പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നേരത്തെയൊക്കെ നമ്മൾ ഓരോ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ടൈമിംഗ് ഡയഗ്രം പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെയും ടൈമിംഗ് ഡയഗ്രം പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ടൈമിംഗ് ഡയഗ്രത്തിൽ 2 ആക്സിസ് ആണ് വേണ്ടത്. എക്സ് ആക്സിസ്, വൈ ആക്സിസും. എക്സ് ആക്സിസിൽ ക്ലോക്കുകളാണ് മാർക്ക് ചെയ്യേണ്ടത് 0, 1, 2, 3, 4. വൈ ആക്സിസിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടുകളാണ് മാർക്ക് ചെയ്യേണ്ടത് QA, QB, QC, QD.
ഇനി ഓരോ ക്ലോക്കിലും ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് 0 ആയിരുന്നോ 1 ആയിരുന്നോ എന്ന് വേവ് ഫോം വെച്ച് വരച്ച് അതിനെ ജോയിൻ ചെയ്ത് വേവ് ഫോം ആക്കി റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഇവിടെ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വർക്കിംഗ് നിങ്ങളെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. പാരലൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയാണ് അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഡേറ്റയെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1101 എന്നുള്ള ഡേറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഔട്ട്പുട്ടാണ്. ഇവിടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് ക്ലോക്കുകൾക്ക് അനുസരിച്ചാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ട്രൂത്ത് ടേബിളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലോക്ക് 0, ക്ലോക്ക് 1, ക്ലോക്ക് 2, ക്ലോക്ക് 3, ക്ലോക്ക് 4, ക്ലോക്ക് 5 ഇത്രയും ക്ലോക്കുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോക്കുകൾ അപ്ലൈ ചെയ്യുമ്പം ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസിനെ ഒരു വേവ് ഫോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ടൈമിംഗ് ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ടതാണ്. 1101 എന്നുള്ള ഡേറ്റയുടെ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്ത് ആദ്യമേ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതാണ്. ആ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റെഫറൻസ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലോക്ക് പൾസ് ആണ്. അപ്പോൾ ക്ലോക്ക് 0, ക്ലോക്ക് 1, ക്ലോക്ക് 2, ക്ലോക്ക് 3, ക്ലോക്ക് 4 അത്രയും ക്ലോക്കുകളെങ്കിലും മിനിമം നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വൈ ആക്സിസിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടുകളാണ്. ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി ഈ ഔട്ട്പുട്ടുകളാണ് വൈ ആക്സിസിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ വേവ് ഫോം ആയിട്ട് വരയ്ക്കേണ്ടത് ഓരോ ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ഔട്ട്പുട്ടിൽ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മൾ വേവ് ഫോം ആയിട്ട് വരയ്ക്കേണ്ടത്. എക്സാമ്പിളായിട്ട് ഇപ്പം ക്ലോക്ക് 1 അപ്ലൈ ചെയ്യുമ്പോൾ ക്യൂയുടെ വാല്യൂ 0 ആയിരുന്നോ 1 ആയിരുന്നോ എന്ന് ചെക്ക് ചെയ്യുക. അതനുസരിച്ച് 0 ആണെങ്കിൽ 0യുടെ ലെവൽ വരയ്ക്കുക, 1 ആണെങ്കിൽ 1ൻ്റെ ലെവൽ വരയ്ക്കുക. നമുക്കറിയാം ഡിജിറ്റൽ വേവ് ഫോംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്ക്വയർ വേവ് ആണ് ഉപയോഗിക്കുന്നത്. ഈ സ്ക്വയർ വേവിൻ്റെ ഹൈ പോർഷൻ നമ്മൾ 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, ലോ പോർഷൻ നമ്മൾ 0യെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതനുസരിച്ച് ട്രൂത്ത് ടേബിളിൽ ക്യൂയുടെയും ക്യൂബിയുടെയും ക്യൂസിയുടെയും ക്യൂഡിയുടെയും വാല്യൂ എന്താണ് വന്നത് അതിനെ നമ്മൾ വേവ് ഫോം ആയിട്ട് വരച്ച് കാണിക്കുക. ഇനി അടുത്തത് ഇപ്പം ആദ്യമേ 0th ക്ലോക്കിൽ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി എന്താണെന്ന് വരയ്ക്കുക. അടുത്തത് ഫസ്റ്റ് ക്ലോക്കിൽ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി എന്താണെന്നുള്ളത് വേവ് ഫോം വരയ്ക്കുക. അടുത്തത് സെക്കൻഡ് ക്ലോക്കിൽ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി എന്താണെന്നുള്ളത് വരയ്ക്കുക. അടുത്തത് അടുത്ത ക്ലോക്ക് അതായത് തേർഡ് ക്ലോക്ക് പൾസിൽ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി എന്താണെന്നുള്ളത് വരയ്ക്കുക. അടുത്തത് ഫോർത്ത് ക്ലോക്കിൽ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി എന്താണെന്ന് വരയ്ക്കുക. ഇത്രയും താഴെയായി വരയ്ക്കുക. ഇതിനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രം എന്ന് വരയ്ക്കുന്നത്. ഈ ടൈമിംഗ് ഡയഗ്രം പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. Hope you all enjoyed this session. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് പാരലൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. ഇതെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അസൈൻമെൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ ടോപ്പിക്കിൻ്റെ ഫർദർ റെഫറൻസിനായിട്ട് നമുക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ അനന്ത്കുമാർ റെഫർ ചെയ്യാവുന്നതാണ്. ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസം തോന്നുന്നത് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.